നിനക്ക് നല്ലൊരു ഫാമിലിയും ഫ്യൂച്ചറും ഉണ്ടാവും. ലൈഫ് ലോങ് നിനക്കൊരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതാണോ നീ കണ്ടുപിടിച്ച ന്യായം? ഇതാണ് ശരി. നീ കാരണം ഇനി മേഘന കരയാൻ പാടില്ല. മേഘന കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. എന്റെ ജീവിതം ഇനി മേഘനയോടൊപ്പം തന്നെയായിരിക്കും. അതുപോലെ നിനക്കൊരു ജീവിതം ഉള്ളതല്ലേ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മഞ്ജരി, മിഥുനേട്ടൻ എന്റെയും നിന്റെയും ഭാവിക്ക് വേണ്ടി ഇതെല്ലാം പറയുന്ന. രണ്ടുപേരുടെ ജീവിതത്തിലും ഇനി ഒരിക്കലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. മിഥുനേട്ടൻ പറയുന്നതെല്ലാം നീ അനുസരിക്കാറുണ്ടല്ലോ, ഇതും നീ അനുസരിക്കണം. ഹാപ്പിയായി ജീവിക്കണം. നമുക്ക് പോവാം മിഥുനേട്ടാ. നീ വാ മഞ്ജരി. പറയൂലേട്ടാ, അവരെ കിട്ടിയല്ലേ? വലിയേട്ടാ, അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അല്ല, എന്നിട്ടിപ്പോ എവിടെയാ ഉള്ളത്? ശരി വലിയേട്ടാ, വേഗം വീട്ടിലേക്ക് വാ. എന്തായി വിവേക്, കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ, കുട്ടികൾ സേഫാണ് വലിയച്ച. ആണോ വിവേക്? അവര് ഓക്കെ ആണല്ലോ അല്ലേ? അവരെവിടെ പോയതായിരുന്നു? കുട്ടികൾക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. അമ്പലത്തിലെ പൂജാരി പറയുന്നത് കേട്ട് കുട്ടികൾ വലിയേട്ടനും ഏട്ടത്തേക്കും വേണ്ടി നേർച്ച ചെയ്യാൻ പോയതാ. ഇന്നലെ രാത്രി കുട്ടികൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ രാവിലെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയത്. ഇത്രയും ചെറിയ പ്രായത്തില് ആഞ്ജനേയ സ്വാമിയുടെ മാലയൊക്കെ ഇട്ട് ഒരിറ്റ് ജലപാനം പോലും ചെയ്യാതെ കുട്ടികള് അത്ര ദൂരം കഷ്ടപ്പെട്ടു പോയി ആ നേർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആ കുരുന്നു മനസ്സുകളിൽ എത്രമാത്രം ആഗ്രഹം ഉണ്ടായിട്ടാ. അച്ഛൻ പറഞ്ഞത് സത്യമാണ്. അവരെ ഇന്ന് ആഞ്ജനേയ സ്വാമി തന്നെയാ രക്ഷപ്പെടുത്തിയത്. അതെ, ആഞ്ജനേയ സ്വാമി രാമനെയും സീതയും ഒന്നിപ്പിച്ച പോലെ എന്റെ വലിയേട്ടനെയും ഏട്ടത്തെയും ഒന്നിപ്പിക്കും. ഇപ്പൊ നമ്മുടെ കുട്ടികൾ രക്ഷിച്ചത് കണ്ടില്ലേ? കുറച്ചു കഴിയുമ്പോ എല്ലാവരും വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ എവിടെയാ മഞ്ജരി? കുട്ടികളെ അവർക്ക് കിട്ടിയെന്ന്. ഞാൻ ഇവിടുന്ന് പോവും ആന്റി. നീ ഇപ്പൊ എങ്ങോട്ട് പോവാനാ? വീണ്ടും ആ മേഘന തന്നെ ജയിച്ചത്. കുട്ടികളെ മിഥുനെ അവള് രക്ഷിച്ചു. നീ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ കൺമുന്നിൽ തന്നെ എല്ലാം കണ്ടത്. എന്റെ കാര്യത്തിൽ മിഥുൻ എടുത്ത തീരുമാനം എന്താണെന്നും ഞാനിപ്പോ അറിഞ്ഞു കഴിഞ്ഞു ആന്റി. മിഥു നിനക്ക് വേണ്ടി എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? അതെന്നെ കല്യാണം കഴിപ്പിച്ച് കൂടെ താമസിപ്പിക്കാന്നല്ല. മേഘനെ വേദനിപ്പിക്കാൻ മിഥുന് കഴിയില്ല. എന്റെ അവസാന ആയുധം ഇപ്പൊ വേസ്റ്റായി. നീ ഇത് എന്തൊക്കെയാ പറയുന്ന മഞ്ജരി? മിഥുൻ ഇപ്പൊ തന്റെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആന്റി. എന്നുവെച്ചാ മിഥു നിന്നെ കല്യാണം കഴിക്കില്ലെന്നാണോ? ഒരിക്കലും ഇല്ല ആന്റി. മിഥുന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. എനിക്കും എന്റെ വയറ്റിലുള്ള കുട്ടിക്കും വേണ്ടി മറ്റൊരു രീതിയിൽ അവൻ ചിന്തിക്കുന്നത്. ഇനി ജീവിതത്തിൽ മേഘന മാത്രമേ അവന്റെ ഭാര്യയാവൂന്ന് പറഞ്ഞു. ഈ ജീവിതത്തിൽ മറ്റൊരു പെണ്ണിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞു. ഞാൻ മരിക്കാൻ പോവും ആന്റി. നീ അങ്ങനെയൊന്നും പറയല്ലേ മഞ്ജരി. ഇനി എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, ഭാവി ഉണ്ടാവില്ല. ഇനി എന്റെ മുന്നിൽ മരണമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. വെറുതെ ഒരു പ്രാന്ത് പറയല്ലേ. നീ ആദ്യം വീട്ടിലേക്ക് വന്നേ. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാൻ ആന്റി? തോറ്റുപോയി ഈ മുഖം വെച്ച് ഞാൻ എങ്ങനെ മേഘനയുടെ മുന്നിൽ ചെല്ലും? ഇത് നിന്റെ ആദ്യത്തെ തോൽവിയല്ലല്ലോ. വീണ്ടും വിജയിക്കാൻ വേണ്ടി മിഥുന് വേണ്ടി നീ പ്രയത്നിക്കണം. ഇനിയും എത്ര നാള് ഞാൻ പോരാടണം? മിഥുനെ നിനക്ക് കിട്ടുന്നത് വരെ നീ പോരാടിയേ പറ്റൂ. നീ ഇത് സാധിച്ചെടുക്കണം. മിഥുൻ എന്നോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തപ്പോ ഞാൻ എങ്ങനെയൊക്കെ പോരാടിയിട്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാ? പക്ഷെ നിനക്ക് മിഥുനോട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. നീ ആഗ്രഹിക്കുന്നത് നീ നേടിയെടുത്തേ പറ്റൂ.
ജയിക്കാനായി നിനക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടും. നീ ആദ്യം വീട്ടിലേക്ക് വന്നേ. നമുക്കിനിയും സമയമുണ്ട്. എന്തെങ്കിലും ഒരു രൂപത്തിൽ നിനക്ക് ചാൻസ് കിട്ടും. നീ വിജയിക്കും മഞ്ജരി. വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക്. മേഘനയുടെ മുമ്പിൽ ആദ്യമായിട്ട് തോറ്റുപോകുന്ന പോലെയാണല്ലോ അവള് സംസാരിക്കുന്നത്. നമസ്കാരമുണ്ടേ. ഹായ് വിവേക്, ചാരുവിന് സുഖമല്ലേ? ഷീസ് ഫൈൻ. അവൾക്കിപ്പോ തീരെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഡൗട്ട് വരാതെ ഞാൻ അതൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതുവരെ ഇല്ല. ഈ മന്തിന്റെ ഒരു തവണ കൂടി പോയി ടെസ്റ്റ് ചെയ്യണം. എനിക്ക് ടാബ്ലറ്റ്സ് നിർത്തി തരുമോ? ആ. ഇതാ ടാബ്ലറ്റ്സ്. നിങ്ങൾ ശരിക്കും ഗ്രേറ്റാ. ചാരു ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യാണെന്നറിയില്ല, നിങ്ങളെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ. ഒന്ന് വണ്ടി നിർത്തിക്കേ. അല്ലാതെ അങ്ങനെയൊന്നുമല്ല. ചാരുവിനെ ഭാര്യയായി കിട്ടിയത് എന്റെ ഭാഗ്യ. അതുകൊണ്ടാണ് ഞാൻ പ്രേമിച്ച് അവളെ കല്യാണം കഴിച്ചത്. നിങ്ങൾ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതറാ. താങ്ക് യു. ചാരു ഒന്ന് എപ്പോ ഈ കാര്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞേക്കണേ. അയ്യോ, അതൊന്നും പേടിക്കണ്ട. ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി ചാരു ഒന്ന് പ്രഗ്നന്റ് ആയി കണ്ടാ മതി എനിക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം. താങ്ക് യു. Bye. ബൈ. എന്താ വേണ്ടത്? ആ, ഇപ്പൊ ഒരാൾ ഇവിടെ വന്നിട്ട് കുറച്ച് ടാബ്ലറ്റ്സ് വാങ്ങിച്ചോണ്ട് പോയില്ലേ? അത് എന്തിനുള്ള ടാബ്ലറ്റ്സാ? അത് നിങ്ങൾ എന്തിനാ അറിയുന്നേ? നിങ്ങൾ ആരാ? ഇപ്പൊ ഇവിടെ വന്നില്ലേ വിവേക്? വിവേകിന്റെ ബ്രദർ മിഥുനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. ഓ, വിവേകിന്റെ ഏട്ടത്തിയായിരുന്നോ നിങ്ങള്? ആ അതെ. ആ ടാബ്ലറ്റ്സ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അത് പ്രഗ്നൻസിക്ക് വേണ്ടി വാങ്ങിക്കുന്ന ടാബ്ലറ്റ്സാ. അത് വിവേകിന് കഴിക്കാനുള്ളതാണോ? അതെ, ഒരു 3 months കഴിക്കാനുണ്ടാവും. ഓക്കെ, ഒരു തവണ ആ ടാബ്ലറ്റ്സ് എന്നെ ഒന്ന് കാണിക്കൂ. എന്തിന്? വെറുതെ ഒന്ന് കാണാൻ വേണ്ടി. അതെന്താ സാധനം? ഇതാണോ? ആ, മാഡം ഇത് തന്നെയല്ലേ? ആ, അത് തന്നെ. അതിനടുത്തുള്ളത് എടുത്തോ. ഇതിന്റെ ആവശ്യമില്ല. താങ്ക് യു. പറഞ്ഞോ മഞ്ജരി. നിനക്ക് ഞാനൊരു ടാബ്ലറ്റ്സിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ ടാബ്ലറ്റ്സ് എന്തിനാ യൂസ് ചെയ്യുന്നെന്ന് ഒന്ന് നോക്കിയിട്ട് പറയൂ. ഇത് പ്രഗ്നന്റ് ആവാൻ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാ. ഇതാരാ കഴിക്കണ്ടേ? ലേഡീസ് ആണോ ജെന്റ്സ് ആണോ? ഇത് ലേഡീസ് കഴിക്കുന്ന ടാബ്ലറ്റ്സാ. ആർ യു ഷുവർ? യെസ് മഞ്ജരി. ലേഡീസിന്റെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാൻ കഴിക്കുന്നതാ. 3 മാസത്തെ കോഴ്സ് ഉണ്ടാവും. ഇതാരാ ഇപ്പൊ യൂസ് ചെയ്യുന്നേ? എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്യുന്നതാ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്കിപ്പോ തന്നത്. ഇറ്റ്സ് ഓക്കെ. യു ആർ റൈറ്റ് ആന്റി. ഒരു ഡോർ ക്ലോസ് ആയ മറ്റൊരു ഡോർ ഓപ്പൺ ആയിട്ട് വരും. മേഘനയുടെ സമ്മതത്തോടെ തന്നെ. മിഥുൻ എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യം ആയുധമായിട്ട് ഉപയോഗിക്കാം. മേഘനെ, നമുക്ക് കാണാം. മൈ നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട്.
ആ കാലുകളിൽ ഉമ്മ വെച്ച പോര മേഘനെ. നീ വേണമെങ്കിൽ ആ കാലുകളിൽ ഒരു പാദപൂജ ചെയ്തേക്ക്. നീ വീണ്ടും തിരിച്ചു വന്നോ? എന്താ വരില്ലെന്ന് വിചാരിച്ചോ? നിന്റെ സ്ഥാനത്ത് മറ്റേത് പെണ്ണായിരുന്നെങ്കിലും ശരി, വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. നിനക്ക് പിന്നെ തീരെ നാണോ മാനോ ഇല്ലല്ലോ. മിഥുന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, എനിക്കൊരു നാണോ മാനോ ഉണ്ടാവില്ല. ഈ വ്യക്തിത്വം അപമാനമൊക്കെ പിന്നെ ഞാനായിട്ട് ഒരു കാരണമാക്കുന്നില്ല. നിനക്ക് ജീവൻ കൊടുക്കുന്ന പ്രണയമൊന്നുമല്ല, നീ ശരിക്കും വളരെ സ്വാർത്ഥയാണ്. എന്റെ ഇത് പ്രണയമാണോ സ്വാർത്ഥതയാണോന്നൊന്നും നീ അന്വേഷിക്കണ്ട. നിന്റെ വിവേക് ചാരുവിന് വേണ്ടി ചെയ്ത ത്യാഗത്തെക്കുറിച്ച് സംസാരിച്ചാലോ? വിവേക് ചെയ്ത ത്യാഗോ? എന്താ അത്? നിന്റെ അനിയത്തിയെ അവനാ രക്ഷിച്ചത്. പ്രശ്നം നിന്റെ അനിയത്തിക്കാണെങ്കിലും അവനത് അവന്റെ തലയിൽ കെട്ടിവെച്ചു. നീ എന്തൊക്കെ പറയുന്നത് മഞ്ജരി? ചാരുവിന് എന്ത് പ്രശ്നമുണ്ടെന്നാ പറയുന്നേ? അപ്പോ നീ കാര്യങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല അല്ലേ? പ്രോബ്ലം ഉള്ളത് വിവേകിനല്ല, നിന്റെ ചാരുവിന്. ആ കാര്യം വിവേക് എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുവാ. വായി തൊന്നിത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ പല്ലിടിച്ചളക്കം ഞാൻ. ഏട്ടത്തി, വാ വിവേക്, കറക്റ്റ് സമയത്താണല്ലോ വന്നത്. പാവം മേഘന ഇപ്പൊ വലിയ കൺഫ്യൂഷനില്ല. നീ നേരിട്ട് ക്ലാരിറ്റി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കൺഫ്യൂഷന് കാര്യം എന്താ? പ്രശ്നം നിനക്കാണോ അതോ ചാരുവിനാണോ എന്നുള്ളതാ. പ്രശ്നമുള്ളത് ചാരുവിനാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ മേഘന അതൊന്നും വിശ്വസിക്കുന്നില്ല. അതിന് ചാരുവിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നം എനിക്കാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. നിന്റെ മോമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതുപോലെ എന്നെ വിശ്വസിപ്പിക്കാന്ന് കരുതണ്ട. ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നീ ടാബ്ലറ്റ് വാങ്ങിക്കാൻ പോയ മെഡിക്കൽ ഷോപ്പിലേക്ക് ഞാനും ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് നീ വാങ്ങിയ ടാബ്ലറ്റ്സ് എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാന്നൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ആ ടാബ്ലറ്റ് എടുത്ത് എനിക്കറിയാവുന്ന ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്തു. അപ്പോഴാ ചാരുവിന് വേണ്ടി നീ അനുഭവിക്കുന്ന ഈ ത്യാഗവും നിന്റെ അമ്മയോട് പറഞ്ഞ ഈ കള്ളവും എല്ലാം മാറാ നീക്കി പുറത്തു വന്നത്. വിത്ത് പ്രൂഫും ഉണ്ട്. എന്താ ഇതൊക്കെ വിവേക്? മഞ്ജരി പറയുന്നതൊക്കെ സത്യാണോ? പ്രോബ്ലം ചാരുവിനാണോ? അത് പിന്നെ ഏട്ടത്തി, എന്നോട് സത്യം എന്താന്ന് വെച്ചാ പറയേ. ഇനി പറഞ്ഞു വിവേക്. നിന്റെ അമ്മയോടും ചാരുവിനോടും ഒന്നും പറയാത്ത ആ സത്യം നിന്റെ ഏട്ടത്തിയോട് പറയാ. സോറി ഏട്ടത്തി, ഈ കാര്യം ചാരു അറിഞ്ഞ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ. പിന്നെ ഈ കാര്യം നിന്റെ അമ്മ അറിഞ്ഞാ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയാലോ. ചാരുവിനെ പിന്നെ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ചാരുവിനെ മറന്നു കളയാൻ വേണ്ടി നിനക്ക് നിന്റെ അമ്മ വേറെ കല്യാണം നോക്കുമല്ലോ. ചാരുവിന് ഈ വിഷമം താങ്ങാനാവാതെ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നാലോ? മഞ്ജരി, നിന്നെ ഏത് സത്യമാണ് പുറത്തറിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് നീ ഭയപ്പെട്ട് സത്യങ്ങൾ പറഞ്ഞു പോ. ആ സത്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. ചാരുവിന് വേണ്ടി നീ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് ഞാനിപ്പോ പറഞ്ഞത്. അതെ, ചാരു സത്യങ്ങൾ അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് തന്നെയാണ് ഞാൻ നുണ പറഞ്ഞത്. ചാരുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ മോമനോട് കള്ളം പറഞ്ഞത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ 2 മാസം കഴിയുമ്പോൾ ക്ലിയർ ആവുമല്ലോ. അപ്പൊ എല്ലാവരോടും സത്യം പറയാനാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ചെയ്തതിൽ എന്താ തെറ്റുള്ളത്? നിനക്ക് ചിലപ്പോ ഇത് തെറ്റല്ലായിരിക്കും, പക്ഷേ
ഇതാണ് എനിക്ക് മുമ്പിലുള്ള ഒരേ ഒരു ആയുധം. ഞാനറിഞ്ഞ ഈ സത്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ തന്നെ പ്രിയമത ആന്റിയോട് പോയി പറയാൻ പോവോ? മഞ്ജരി, അത് വേണ്ട. നീ അത് ചെയ്യരുത്. അതെന്താ? എന്താ ഞാൻ പറയാൻ പാടില്ലാത്തെ? ആന്റി നിന്റെ അനിയത്തി ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത് കൊണ്ടാണോ, അതോ പിന്നെ നിന്റെ അനിയത്തി ആത്മഹത്യ ചെയ്യുമെന്നോർത്താണോ? മഞ്ജരി വേണ്ട, പ്ലീസ്, നീ അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് ചാരു എന്നും കൂടെ വേണം. ദയവേത് മോമിനോട് ഇതൊന്നും പറയരുത്. ചാരുവിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. അവള് ചത്താൽ എന്താ, ജീവിച്ചാൽ എന്താ? എടി, നീ ശരിക്കൊരു സ്ത്രീ തന്നെയാണോ? ഒരു ദയമില്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് നീ എന്തൊക്കെ സംസാരിച്ചു കൂട്ടുന്നേ? ഞാനും ഒരു പെണ്ണ് തന്നെയാ മേഘനെ. നിന്നെ പോലെ, നിന്റെ അനിയത്തിയെ പോലെ ഞാനും ഒരു സ്ത്രീ തന്നെയല്ലേ. മറ്റുള്ള എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും എന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. മിഥുനെ ഞാൻ ജീവന് തുല്യം പ്രണയിച്ചിട്ടുണ്ട്. ആ മിഥുന്റെ ജീവന് വേണ്ടി നീ മിഥുന്റെ ഭാര്യയായി വരുന്നത് ഞാൻ സമ്മതിച്ചു. എന്നാണെങ്കിലും ശരി, ഞാൻ മിഥുന്റെ ഭാര്യയാവുന്നതും സ്വപ്നം കണ്ട് ഇത്രയും നാൾ ഇവിടെ താമസിച്ചു. പക്ഷേ ഞാൻ ഈ കല്യാണം നടത്താൻ പ്രയത്നിച്ച ഓരോ തവണയും നീ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തവണയെങ്കിലും നീ എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചു നോക്ക്. നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടാതെ നിന്റെ കൺമുന്നിൽ തന്നെ നിന്റെ ജീവിതം നശിക്കുന്നത് എത്ര നാളെ നിനക്ക് കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റും? അത് നരകത്തിന് തുല്യമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അതൊന്ന് ആലോചിച്ചു നോക്ക്. ആലോചിച്ചു നോക്കുമ്പോ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് മേഘനെ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്റെ ആഗ്രഹങ്ങളും അവസരങ്ങളും സ്വപ്നങ്ങളും കനവുകളും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതാവുമ്പോഴാ ഈ ജീവിതം നശിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ മനുഷ്യവർഗം മുഴുവൻ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ആലോചിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കണം. നീ കാരണം ആരുടെയും ജീവിതം നശിച്ചു പോവാൻ പാടില്ല. പക്ഷേ നീ കാരണം എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ, എന്റെ മേലത് അഫക്ട് ചെയ്തല്ലേ. വാട്ട് അബൌട്ട് മൈ ലോസ്? ശരി, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡീല് സംസാരിക്കാം അല്ലേ? ചാരുവിനെ കുറിച്ചുള്ള ഈ സത്യം പ്രിയമത ചെറിയമ്മോട് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ മേഘനെ. നീ എനിക്ക് മറ്റെന്ത് വെച്ച് നീട്ടിയാലും ഞാനത് തിരസ്കരിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നീ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് വേണ്ടത്. എന്റെയും മിഥുന്റെയും കല്യാണം നിന്റെ സമ്മതത്തോടെ നടത്തണം. നിന്റെ സീമന്തരേഖയിൽ നിന്ന് ആ കുങ്കുമം എനിക്ക് കൂടി ഷെയർ ചെയ്യണം. നീ ഇത് എന്തൊക്കെയാ പറയുന്നത് മഞ്ജരി? നിനക്കെന്റെ വല്യേട്ടനെ വേണമെന്ന് നീ എന്റെ ഏട്ടത്തിയുടെ മുഖത്തേക്ക് പറയാണോ? ഇപ്പൊ എന്റെ മിഥുനെ ഈ മേഘനെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണല്ലോ വിവേക്. നമുക്ക് വേണമെന്നുള്ള പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണോ ഉള്ളത് അവിടുന്ന് ചോദിക്കണമല്ലോ നമ്മള്. എന്റെ വല്യേട്ടൻ ഒരു പ്രോപ്പർട്ടി അല്ല, അതൊരു മനുഷ്യ ജീവനാ. ഐ നോ. ആ മനുഷ്യനെയാണ് എനിക്കും വേണ്ടത്. എനിക്കും ഇതിനെ കല്യാണം കഴിക്കണം. നീ ഈ ഡീലിന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചാരുവിനെ കുറിച്ചുള്ള ഈ സീക്രട്ട് ആരോടും പറയില്ല. വളരെ പെട്ടെന്ന് സഡൻ ആയി മിഥുൻ എനിക്ക് തരണമെന്ന് പറയുമ്പോ നിനക്ക് നല്ല വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നീ ധൃതി പിടിക്കണ്ട. നിനക്ക് ഞാൻ 24 hours ടൈം തരാം. ആലോചിച്ച് നാളെ മറുപടി പറഞ്ഞാൽ മതി. നിന്റെ മംഗല്യ ജീവിതമാണോ അതോ നിന്റെ അനിയത്തിയുടെ ജീവിതമാണോന്ന്.